ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യ ഹർജിയിലെ വാദം കഴിഞ്ഞു. അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം നടന്നത്. രാഹുലും പരാതിക്കാരിയും ഈ ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. ഇത് അംഗീകരിച്ച കോടതി മറ്റുള്ളവരെ പുറത്തിറക്കിയാണ് വാദം കേൾക്കുന്നത്. രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാനാണ് യുവതി പരാതി നൽകിയത് എന്ന് രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു. കേസിന് പിന്നിൽ CPM BJP ഗൂഢാലോചനയാണ്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു. ഗർഭഛിദ്രം നടത്തിയത് യുവതിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും രാഹുൽ വാദിച്ചു. കേസിൽ വിധി പറയുന്നത് മാറ്റിയിരിക്കുകയാണ്. വാദം കേട്ട ശേഷം ഒരു രേഖ കൂടി ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടു. ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചിരുന്നു. ഗൗരവമായ ആരോപണങ്ങൾ റിപ്പോർട്ടിൽ ഉള്ളതായാണ് ലഭിക്കുന്ന സൂചനകളും. ബലാത്സംഗവും ഗർഭഛിദ്രവും നടന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം നടത്തിയതിനും ബലാത്കാരം നടത്തിയതിനും തെളിവുകളുണ്ട്. സ്വാധീനമുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുലിന് ജാമ്യം അനുവദിച്ചാൽ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ അറിയിക്കുകയായിരുന്നു. രാഹുലിന് ഏറെ നിർണായകമാണ് കേസ്. കോടതിയിൽ നിന്ന് നടപടി ഉണ്ടായാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. MLA സ്ഥാനം നഷ്ടമാകും. യുവതി പരാതി നൽകി 7ാം ദിവസവും രാഹുലിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. രാഹുൽ ബംഗളൂരുവിൽ ഒളിവിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. യുവതി നൽകിയിരിക്കുന്നത് വ്യാജ പരാതിയാണ് എന്നും കേസിൽ താൻ നിരപരാധിയാണ് എന്നുമാണ് രാഹുൽ ജാമ്യ ഹർജിയിൽ പറയുന്നത്. യുവതി വിവാഹിതയാണ് എന്നും ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനാണ് എന്നും രാഹുൽ പറയുന്നുണ്ട്. സ്വമേധയാ ഗർഭഛിദ്രത്തിനുള്ള ഗുളിക കഴിക്കുകയായിരുന്നുവെന്നും രാഹുൽ ഹർജിയിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ കടുത്ത കുറ്റകൃത്യം നടന്നുവെന്നും ഒരു കാരണവശാലും രാഹുലിന് ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. ഗർഭധാരണത്തിന് നിർബന്ധിച്ചുവെന്നും പിന്നീട് അശാസ്ത്രീയമായ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചുവെന്നും പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാഹുൽ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കി എന്നുള്ള യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെയ്യാറ്റിൻകര JFCM കോടതിയുടെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ച് 2 തവണയും പിന്നീട് പാലക്കാടും വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. ബലാത്സംഗ ദൃശ്യങ്ങൾ രാഹുൽ ഫോണിൽ ചിത്രീകരിച്ചുവെന്നും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി വീണ്ടും ബലാത്സംഗം ചെയ്തു. പിന്നീടും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. യുവതി ഗർഭിണിയാണ് എന്ന് അറിഞ്ഞതോടെ ഭീഷണി കൂടുതൽ രൂക്ഷമാവുകയും രാഹുൽ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. ഗർഭഛിദ്രത്തിനുള്ള ഗുളിക യുവതിക്ക് എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫാണ് എന്നും മൊഴിയിലുണ്ട്. ഇയാളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്.